ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിലിമി മാനെ. ഇന്ന് നമ്മൾ ലെജൻസിന്റെ 15ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ലൂവിനെയാണ്. ലൂ പറയെ, എനിക്ക് ബോറടിക്കുന്നു മാസ്റ്റർ, ഞാൻ റൂമിലോട്ട് പോക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, കുറച്ചു നേരം കൂടി ഇരിക്കുന്നു പറയും. അപ്പോൾ അവൾ ചോദിക്കും, നമുക്കെന്നാ ഗെയിം കളിച്ചാലോ? കളിക്കാം, തോക്കുന്ന ആള് കള്ള് കുടിക്കണമെന്ന് പറയുന്നു. നമ്മുടെ ഗോഡ് ഓഫ് ഡീമൻ തോക്കുന്നതുകൊണ്ട് തന്നെ അവൻ ഇരുന്ന് കുടിക്കുകയാണ്. ആ സീൻ കട്ടായി പിന്നെ കാണിക്കുന്നത് ഈഗിളിനെയാണ്. ഈഗിളിൻ്റെ അടുത്ത് വന്നിട്ട് സെങ്യോൻ പറയാണ് സിയ ജിയാൻ ക്ലാനിലോട്ട് തിരിച്ചു പോയെന്ന്. പിന്നെ കാണിക്കുന്നത് ലൂവിനെയാണ്. ലൂ പറയും സിയോട്, നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാമെന്ന്. ഈ പോകുന്നത് ഗോഡ് ഓഫ് ഡിമൻ കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ലൂവിൻ്റെ പുറകെ അവനും ഉണ്ട്. അങ്ങനെ ലൂ ജിയാൻ ക്ലാനിൽ പോയിട്ട് സോറയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകെ ഈ ഗോഡ് ഓഫ് ഡിമൻ വരുന്നത് കാണുന്നത്. ഇവനിനി എന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ആവോ? കാണത്തില്ലായിരിക്കും എന്നും പറഞ്ഞ് അവൾ പയ്യെ നടക്കാൻ തുടങ്ങി. എന്തായാലും ഇവൻ്റെ പുറകെ പോകാമെന്ന് പറയുന്നു. അതേസമയം സോറയുടെ റൂമിൽ ഒരു രഹസ്യറ ലൂ കാണുന്നുണ്ട്. അവളുള്ളത് കൊണ്ട് പക്ഷെ അവൾക്ക് അകത്ത് കയറാൻ പറ്റുന്നില്ല. അതേസമയം കാൻഷൻ ജിയാൻ ക്ലാനിൽ എത്തുന്നുണ്ട്. തിരിച്ചെത്തുന്ന ലൂസിയോട് പറയാണ്, സോറയുടെ റൂമിൽ ഞാൻ ഒരു രഹസ്യറ കണ്ടു, അവിടെ നിന്റെ അച്ഛൻ കാണാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ട് നീ ലീസനെ കണ്ടിട്ട് നമുക്ക് ഇപ്പം തന്നെ പോവാന്ന് പറയാൻ. ഞാൻ പോയി പറയണോ? പിന്നെ ഞാൻ പോയി പറയണോ? നീ ചെന്ന് പറയാൻ പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അവൾ, മാസ്റ്റർ നമുക്ക് ജിയാൻ ക്ലാനിലോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ലൂവിനെ നോക്കി പോവാന്ന് അവൻ സമ്മതിക്കുന്നു. അതേസമയം സോറ ടീക്കനോട് പറയാണ്, രാവിലെ ആരും എൻ്റെ റൂമിൽ വന്നു, ലീസൺ എന്തായാലും ഇതുവരെ വന്നിട്ടില്ല, അവൻ വരാൻ ചാൻസ് ഉണ്ട്, എന്തായാലും കാവൽ പടയാളികളെ തയ്യാറാക്കി വെക്കണം. അതേപോലെ കാൻലിൻ, നിന്റെ അടുത്ത് സിയ വരുവാണെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് പറയുന്നു. അതുപോലെ വൈക്കിങ്ങിനോട് പറയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ഡീമൻ സ്ലെയർ ഫോർമേഷൻ തയ്യാറാക്കണം. അതേ നേരത്താണ് നമ്മുടെ ഗോഡ് ഓഫ് ഡ്യൂമനും സിയെ അവിടെ എത്തുന്നത്. പുറകെ ലൂവും വരുന്നുണ്ട്. അവർ നേരെ ടീക്കൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പോൾ ടീക്കൻ മനസ്സിൽ പറയാണ്, ഇത്ര പെട്ടെന്ന് ഇവർ വന്നോ? എന്തായാലും ഇവരെ വൈകുന്നേരം വരെ ഇവിടെ നിർത്തിയേ പറ്റത്തുള്ളൂ, എന്നാലേ ആ ഡീമൺ സ്ലെയർ ഇവനെ പെടുത്താൻ പറ്റത്തുള്ളൂ. അല്ല മാസ്റ്റർ, നിങ്ങൾ വരുമായിരുന്നെന്ന് പറയുന്നത് ഞാൻ തന്നെ നിങ്ങളെ ക്ഷണിച്ചിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും ലൂ സിയെ അവിടെ നിന്നും വിളിക്കുന്നു. അവൾ പോയതും അവളെ തടുക്കാൻ വേണ്ടി അവന് മന്ത്രം യൂസ് ചെയ്യുമ്പോൾ ലീസൺ അത് എതിർക്കുന്നു. അല്ലല്ലോ, നീ എങ്ങോട്ട് എന്നെ വിളിച്ചോണ്ട് പോകുന്നേ? അതൊക്കെ പറയാം, നമുക്ക് എത്രയും പെട്ടെന്ന് ആ രഹസ്യറേ പോകണം. ഇത് കാൻലിൻ്റെ അച്ഛൻ്റെ റൂമാണ്, ഇവിടേക്ക് എന്താ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടാണ് ആ രഹസ്യറ, ഇതിൻ്റെ അകത്ത് എന്തായാലും നിൻ്റെ അച്ഛൻ കാണുമെന്ന്. ഈ റൂം ഒരിക്കലും തുറക്കാൻ പറ്റില്ല, ഇത് വൈരം കൊണ്ട് മാത്രമേ തുറക്കാൻ പറ്റൂ. അപ്പോഴേക്കും സ്വർഗവാൾ ഉപയോഗിച്ച് അവൾ ആ വാതിൽ തുറന്നു. അകത്ത് ചെല്ലുന്നവർ ഞെട്ടിപ്പോകുന്നുണ്ട്. അത് മിൻഷുവാനായിരുന്നു. അതേസമയം നമ്മുടെ ലീഷനാണെങ്കിൽ തീകനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. തീകൻ പറയാം, നിന്നെ അന്നേ ആ സീല് മലയെ വെച്ച് കൊല്ലണ്ടായിരുന്നു, അതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അങ്ങനെ അവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. അതേ സമയത്ത് മിൻഷുവിനെ കണ്ടപാടെ ആകെ ദേഷ്യം കൊണ്ടിട്ട് നമ്മുടെ ലൂ ആണെങ്കിൽ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രത്യേകം ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ലൂ അവനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ലൂ പറയുന്നുണ്ട്, ഒരിക്കലും നിന്നെ ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല, എന്തെങ്കിലും നിനക്ക് വരുവാണെങ്കിൽ അന്ന് നിന്റെ അന്ത്യമായിരിക്കും, ഞാൻ നിന്നെ വെറുതെ വിടത്തില്ലെന്ന്. അപ്പോഴാണ് ലൂവിനൊരു കാര്യം മനസ്സിലാവുന്നത്, ഞാൻ മരിച്ചത് കല്ലാട ദ്വീപിൽ നടന്ന യുദ്ധത്തിലാണ്, പക്ഷെ എൻ്റെ ശരീരം വേറൊരു സ്ഥലത്താണ് കിട്ടിയത്. ഇവൻ്റെ ശരീരം ഇവിടെ സൂക്ഷിക്കുന്നതിൽ ഒരേ ഒരു കാരണമുള്ളൂ, എനിക്ക് തോന്നുന്നു സോറോവിനെ തിരിച്ചു കൊണ്ടുവരാനാന്ന് തോന്നുന്നു. അതിനായിരിക്കും നിൻ്റെ കുടുംബത്തിലുള്ള നിൻ്റെ അച്ഛൻ, കാൻഷൻ അങ്ങനെയുള്ളവരുടെ രക്തം ഉപയോഗിച്ച് അത് നടക്കും. അതിനാണ് ഇവൻ്റെ ശരീരം ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അത് ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ലേ, എനിക്ക് ജീവനുള്ളിടത്തോളം നാൾ ഞാൻ അവനെ തിരിച്ചു വരാൻ സമ്മതിക്കില്ലെന്ന് ലൂ പറയുന്നു. അല്ല ലൂ, അപ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതിനുവേണ്ടിയാണോ എൻ്റെ അച്ഛനെ ഇവർ കൊന്നത്? എൻ്റെ അച്ഛൻ്റെ രക്തം കൊണ്ടാണോ ഇയാളെ തിരിച്ച് പുനർജീവിപ്പിക്കാൻ നോക്കുന്നത്? ഒരാളുടെ ജീവൻ എടുത്തിട്ടാണോ ദൈവമൊക്കെ ആവുന്നത്? ഇത് ദൈവമൊന്നും അല്ലെന്ന് അവൾ പറയുമ്പോൾ ലൂ പറയാണ്, അത് വെറും ഒരു സ്ഥാനം മാത്രമാണ്, അത് നിങ്ങളുടെ ഇമ്മോർട്ടൽ ക്ലാനിൽ നിങ്ങളായിട്ടുണ്ടാക്കിയ ഒരു സ്ഥാനം, നല്ലവൻ എന്നുള്ളത്. പക്ഷെ ഞാൻ ഒരിക്കലും ഇവനെ തിരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ സമ്മതിക്കില്ലെന്ന്. അപ്പോഴാണ് അവിടേക്ക് സോറ എത്തുന്നത്. സോറ കണ്ടപാടെ, ഇതെന്താ രണ്ട് സിയയിലല്ലോ, നിങ്ങളെ ആരാ ഒറിജിനൽ എന്ന് ചോദിക്കും. പക്ഷെ ആരും തന്നെ മിണ്ടുന്നില്ല. അപ്പോൾ ലൂസിയോട് പറയും, നീ ഒന്നും തന്നെ മിണ്ടണ്ടെന്ന്, ഞാൻ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞ് സോറ അവരുടെ നേരെ വാള് വീശുന്നു. ആ വാള് ലൂ എതിർക്കുന്നുമുണ്ട്. ലൂവിൻ്റെ ആ സ്റ്റൈല് കാണുമ്പോൾ പണ്ടത്തെ ലൂവിനെയാണ് നമ്മുടെ സോറയ്ക്ക് ഓർമ്മ വരുന്നത്. അതും കണ്ടപാടെ അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. അവൾ ഓർത്തത് മിൻഷുവിൻ്റെ കല്യാണ ദിവസമാണ്. അന്ന് ലൂ, ഞാൻ നിനക്ക് വേണ്ടി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, സോറോ നീ ഇവിടെ നിൽക്കി, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് മിൻഷുവൻ നേരെ ചെന്നിട്ട്, നിനക്ക് ചാവാൻ താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ പോകാൻ പറയുന്നു. അയ്യോ, എനിക്ക് ഭയങ്കര പേടിയായി, ഞാൻ പേടിച്ചു പോയിന്ന് ലൂ കളിയാകുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു വലിയ യുദ്ധം തന്നെയാണ് നടക്കുന്നത്. ആ യുദ്ധത്തിൽ ഗോഡ് ഇമ്മോർട്ടലിനെ എതിർക്കുന്നത് നമ്മുടെ ലൂ ആണ്. ഇക്കാര്യമെല്ലാം സോറോ ഓർക്കുന്നു. പുറത്തു പോകാൻ വരുന്ന ലൂവിനെ സിയെയും സോറോ എതിർക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ എൻ്റെ സ്വർഗവാളിന് ഇരയാവെന്ന് പറയുമ്പോൾ ഇതിൻ്റെ
ബലമല്ലേ നിനക്കുള്ളത് എന്നും പറഞ്ഞ് അവൾ വാൾ വീശുന്നു. അവളെ എതിർത്തിട്ട് ലൂസിയെ വലിച്ചുകൊണ്ട് പോകുന്നു. എത്രയും പെട്ടെന്ന് ഡീമൺ സ്ലേയർ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വൈക്കിങ്ങിനോട് അവൾ പറയുന്നു. അങ്ങനെ ലൂസിയോട് പറയാണ്, നീ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നോ, ഞാൻ എൻ്റെ കാര്യം നോക്കാം, ഞാനും വരാമെന്ന് സിയ പറയുമ്പോൾ അത് വേണ്ട, നിനക്കെന്തെങ്കിലും പറ്റിയാൽ എനിക്കാണ് ആപത്ത്, അതുകൊണ്ട് നീ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ. അതേ നേരം ഡീമൺ സ്ലേയർ ഫോർമേഷൻ വൈക്കിങ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വാള് ആകാശം നോക്കി പറന്നുയരാൻ തുടങ്ങി. അത് ഭൂമിക്കടിയിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും എല്ലാം ആകാശം ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് പറന്നുയരുന്നു. എന്താ അവിടെ നടക്കുന്നതെന്ന് ആ നാട്ടിലുള്ളവർക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു ഫോർമേഷൻ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ടീഗൻ ഗോഡ് ഓഫ് ഡീമനോട് പറയും, നിന്റെ അന്ത്യം അടുത്തടാന്ന്. പാവൻ ലീസൺ, നിനക്ക് തങ്കദേവ ഉണരുന്നതിന് മുമ്പ് ചാവാനാണ് വിധിയെന്ന് അവൻ പറയുന്നു. അതിന് ഞാനൊരിക്കലും സമ്മതിക്കില്ല, ഞാൻ ഒരിക്കലും അവനെ ഉണർത്താനും സമ്മതിക്കില്ല. ആരെങ്കിലും ഉണർത്തിയാൽ അവർക്ക് ഇതായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞ് അവൻ നേരെ വാളിന് നേരെ പോകുന്നു. എനിക്ക് അവനെ സഹായിക്കണമെന്ന് പറഞ്ഞ് ലൂ പോകുമ്പോൾ അവിടേക്ക് സോറ എത്തുന്നുണ്ട്. അപ്പോൾ സോറ പറയാണ്, നീ ഇപ്പോൾ മാപ്പ് ചോദിക്കുകയാണ്, നിന്നെ ഞാൻ വെറുതെ വിടാന്ന്. മാപ്പോ ഞാൻ ചോദിക്കത്തില്ലെന്ന് അവൾ പറയുന്നു. അതേസമയം പഴയ കാര്യമാണ് ഓർമ്മയിൽ വരുന്നത്. നീ ഇപ്പോൾ എന്നോട് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ നിന്നെ വെറുതെ വിടാമെന്ന് മിങ്ഷുവൻ പറയുന്നു. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാനോ? ഒരിക്കലും അത് നടക്കത്തില്ല. നിന്നെ എങ്ങനെയായാലും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ അവളുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വാളെടുക്കുന്നു. എന്നിട്ട് പറയാണ്, ഞാനൊരിക്കലും നിന്നോട് മാപ്പ് ചോദിക്കത്തില്ല, പകരം നിന്നെ കൊല്ലാനാണ് പോകുന്നത്. നിന്റെ ആഗ്രഹം ജീവിതകാലം മൊത്തം ജീവിച്ചിരിക്കണം എന്നല്ലേ? ഇനി നിനക്ക് ജീവിതകാലം മൊത്തം ജീവിച്ചിരിക്കാം, നിനക്ക് ആഗ്രഹിക്കുമ്പോൾ മരിക്കാം. നിന്നെ കൊണ്ടൊരിക്കലും എന്നെ കൊല്ലാൻ കഴിയില്ലെന്ന് മിൻഷുവാൻ പറയുമ്പോൾ, ആര് കൊല്ലുന്നു നിന്നെ അതിലും വലിയ ശിക്ഷയാണ് ഞാൻ തരാൻ പോകുന്നത്. നിന്നെ ഞാൻ അഗാധ നിദ്രയിലോട്ടാണ് പറഞ്ഞു വിടാൻ പോകുന്നത്. നീ ഇനി ഒരിക്കലും ഉണരത്തില്ലെന്ന് അവൾ പറഞ്ഞു ചിരിക്കുന്നു. അപ്പോഴാണ് സോറ പറയുന്നത്, ലൂ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, എന്നോട് ചെയ്തതിനല്ല ഞാൻ നിന്നോട് പകരം വീട്ടിയിരിക്കും. ഈ കാര്യമെല്ലാം നമ്മുടെ ലൂ ഇപ്പോൾ ഓർക്കുവാണ് സോറയെ കാണുമ്പോൾ. അങ്ങനെ അവർ തമ്മിൽ വലിയ യുദ്ധം ചെയ്യുകയാണ്. അതേസമയം കാനലിനെ കാണുന്ന നമ്മുടെ സി ആണെങ്കിൽ അവനെ കണ്ടപാടെ ആ റൂമിലോട്ട് ചെല്ലുന്നു. കാനലിൻ എന്ന് വിളിക്കുമ്പോൾ സോറയുടെ നിയന്ത്രണത്തിലുള്ള കാനലിൻ അവളുടെ കഴുത്തിന് പിടിക്കുന്നു. അത് നമ്മുടെ ലൂവിനും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ സിയയ്ക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞ ലൂ അവളെ എതിർത്തിട്ട് നേരെ സിയെ രക്ഷിക്കാൻ വേണ്ടി ഓടുകയാണ്. അപ്പോഴാണ് കോടിക്കണക്കിന് വാള് ജിയാൻ ക്ലാൻ ലക്ഷ്യമാക്കി പറന്നു പോകുന്നത് അവിടെ നിൽക്കുന്നവർ കാണുന്നത്. ആരാണിപ്പോൾ ഡെവിൾ സ്ലേയർ ട്രാപ്പ് ഓൺ ചെയ്തത്? ഇപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണുള്ളത്? അപ്പോൾ മറ്റവൻ പറയാം, മിക്കവാറും ലീസന് വേണ്ടി തന്നെയായിരിക്കും, ലീസനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയായിരിക്കും, ഈ വിക്ലൈനെ തകർക്കാൻ വേണ്ടി അവർ നോക്കിയിരിക്കുവാണല്ലോ. അതൊന്നും ആയിരിക്കില്ല, ഇപ്പോൾ ഈഗിൾ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവന് വേണ്ടിയായിരിക്കും ഈ ട്രാപ്പ് എന്ന് മറ്റവൻ പറയുന്നു. എനിക്ക് തോന്നുന്നു ലീസന് വേണ്ടി തന്നെ, ലീസനെ ഒന്ന് തകർക്കാൻ വേണ്ടി അവർ കാത്തു കെട്ടി നിൽക്കുകയായിരുന്നു. അതിനൊരവസരം കിട്ടിയപ്പോൾ അവരെ പ്രയോഗിച്ചതാണ്. അപ്പോൾ ഈഗിൾ ചോദിക്കും, ഡെവിൾ സ്ലെയറോ, അതെന്താന്ന് നിനക്കിതിനെക്കുറിച്ച് അറിയത്തില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ 3 പേര് അവൻ്റെ കൂടെ ഇരിക്കുന്നു. എന്നിട്ട് പറയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ലൂവിനെതിരായിട്ട് നമ്മുടെ ഇമോർട്ടൽ ചേർന്ന് ഒരു ഫോർമേഷൻ ഉണ്ടാക്കിയായിരുന്നു. അന്ന് അവൾ അതിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെട്ടത്. ഇന്നിത് മിക്കവാറും ലീസന് വേണ്ടിയായിരിക്കും എന്ന് പറയുമ്പോൾ, ലീസന് വേണ്ടി ആയിരിക്കില്ല, ഇപ്പോൾ ഈഗിൾ എന്ന് പറഞ്ഞ ഒരുത്തനില്ലേ, അവനാണിപ്പോൾ ദുഷ്ടകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അപ്പോൾ അവനായിരിക്കും. ആയിരിക്കില്ല, മിക്കവാറും ലീസന് വേണ്ടി തന്നെ. കാരണം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സിയ എന്ന് പറഞ്ഞ കുട്ടി ഇപ്പോൾ അവൻ്റെ കൂടെയാണല്ലോ. അതുപോലെ സിയ ലീസന്റെ പെണ്ണാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ലീസന്റെ പെണ്ണോ? അങ്ങനെ ഒരിക്കലും വരില്ല എന്നും പറഞ്ഞ് അയാളെ കൊടൂരമായിട്ട് നമ്മുടെ ഈഗിൾ കൊല്ലുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ പറഞ്ഞ ഈഗിള് ഞാനാണെന്ന്. നീയാണോ ആ ഈഗിളെന്നും പറഞ്ഞ് അവിടെ ഇരുന്നവർ പേടിച്ചോടുന്നു. പക്ഷെ അവരെ മൃഗീയമായിട്ട് തന്നെ നമ്മുടെ ഈഗിൾ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ കൊല്ലുന്നു. എന്നിട്ട് പറയാണ്, സിയെ എൻ്റേതാണ്. അപ്പോഴാണ് മറ്റേ ആളെ കൊല്ലാൻ വരുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ ക്വാനിഷൻ കയറിയിട്ട് ഈഗിളിനെ എതിർക്കുന്നത്. അങ്ങനെ അവർ തമ്മിലാവും യുദ്ധം. അതേസമയം കാനലിൻ്റെ ഇടയിലായ സിയയും മറ്റൊരിടത്ത് ഒറ്റയ്ക്ക് ഡെവിൾ സ്ലെയറിനെ എതിർക്കുന്ന നമ്മുടെ ഗോഡ് ഓഫ് ഡീമനെ കാണിക്കുന്നു. അതേസമയം താഴെ സോറയും നമ്മുടെ ലൂവും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണ്. ഈ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. ബൈ.